പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിവനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിലും ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവിന്റെ തിരുവചനം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ആത്മാവിൽ കർത്താവിന്റെ വചനം ശ്രവിപ്പാനായി നമുക്ക് ഏൽപ്പിക്കാം. അവസരമൊരുക്കുന്നതായ കർത്താവിന്റെ ദാസന്മാരോടുള്ളതായ നന്ദിയെയും ഞാൻ അറിയിക്കുകയാണ്. തിരുവചനത്തിലെ യുദ്ധങ്ങളെ നാം ആത്മീയ വീക്ഷണത്തിൽ കൂടെ ഒന്ന് വിചിന്തനം ചെയ്യുന്നതായ വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ജനം അവരുടെ ചരിത്രത്തിൽ നേരിട്ടിട്ടുള്ളതായ യുദ്ധങ്ങൾ ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യുദ്ധങ്ങളെല്ലാം ഒരു ദൈവ പൈതൽ ആത്മാവിൽ വിചിന്തനം ചെയ്യുമ്പോൾ സ്പിരിച്വൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആത്മീക യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിന്റെ പൈതലിനെതിരെ കടന്നു വരുന്നതായ ശത്രുവിന്റെ വിവിധ പോരാട്ടങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു വരുന്നതായ വിഷയം ഇസ്രായേലിന്റെ യാത്രയുള്ളതായ ബന്ധത്തിൽ അവർ മരുഭൂമിയിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായി. മരുഭൂമിയിൽ 5 യുദ്ധങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അതിൽ ആദ്യത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നത്. അതിനെ തുടർന്ന് ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് പ്രതിസന്ധികൾ പലതും തരണം ചെയ്ത് ഒരു യുദ്ധമുന്നണിയിൽ അവരെത്തുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ശക്തമായ കരം അവരോട് കൂടെയുണ്ട് എന്ന് ജനം ഒന്നടങ്കം ഉറച്ചു വിശ്വസിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം അവർ വിവിധ വിഷയങ്ങളിൽ കൂടെ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീർന്നതായ കാര്യമാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. ഒടുവിലായി നാം ചിന്തിച്ചു നിർത്തിയത് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ യഹോവയായ ദൈവം മൃഷ്ടാന്നമായ ഭോജനം നൽകി അവരെ നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു നിർത്തിയതായ വിഷയം. പ്രഭാതത്തിൽ മന്നയും വൈകിട്ട് അവർക്ക് വയറ് നിറച്ച് മാംസവും നൽകുവാനായി ദൈവം ക്രമീകരിച്ചതായ വിഷയങ്ങൾ നാം കണ്ടു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതായ കാര്യം അത് സാഹചര്യങ്ങൾക്ക് അതീതമായി നേരിടുന്നതായ വിഷയങ്ങൾക്ക് അതീതമായി ദൈവത്തിന്റെ കരം ശക്തമായി തന്റെ ജനത്തിനു വേണ്ടി നീട്ടപ്പെടുമെന്നാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത്. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ശക്തനായ ദൈവത്തിന്റെ കരം തങ്ങളോട് കൂടെയുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞതായ ആ ദൈവത്തിന്റെ ജനം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവര് ആദ്യത്തെ യുദ്ധഭൂമിയിൽ അവർ എത്തിച്ചേരുവാനായിട്ടിടയായി. ആദ്യത്തെ യുദ്ധഭൂമിയിൽ അവർ എത്തിച്ചേർന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ വെച്ചാണ്
ആദ്യമായി മരുഭൂമിയിൽ അവർക്ക് യുദ്ധം നേരിടുന്നത്. ആ യുദ്ധം നേരിടുന്നതായ രഫീദീം രഫീദീമിൽ അവരെത്തിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല എന്നാണ് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്തതായ പ്രയാണങ്ങളിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദൈവ പൈതൽ സ്വർഗീയ കനാനിലേക്കുള്ളതായ യാത്രയിൽ അവൻ എങ്ങനെ യാത്ര ചെയ്യണം? അവനൊരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം വഴിയിൽ കൂടെയോ സ്വന്തം ആലോചന പ്രകാരമോ അവൻ ആ യാത്ര ചെയ്യുവാനായി പ്രമാണമില്ല. യഹോവയുടെ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ ഉപദേശം അനുസരിച്ചു വേണം ഒരു ദൈവ പൈതൽ തന്റെ ആത്മീയ യാത്ര നിർവഹിക്കുവാൻ. പക്ഷേ ഈ ആത്മീയ യാത്ര ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിലും ദൈവത്തിന്റെ ആലോചന പ്രകാരമാണെങ്കിലും തീർത്തും പട്ടുമെത്തയാണ് എന്ന് ഒരിക്കലും കരുതരുത്. പ്രതിസന്ധികളില്ലാത്ത സുഖകരമായ പാതയാണ് എന്ന് ഒരിക്കലും നാം കരുതരുത്. ദൈവത്തിന്റെ ആലോചന പ്രകാരമാണെങ്കിലും ദൈവവചനമനുസരിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിലും ജീവിതത്തിൽ നേരിടുന്നതായ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പ്രതിസന്ധികൾ എത്ര ഉറച്ചതാണെങ്കിലും പ്രതിസന്ധികൾ എത്ര ശക്തമാണെങ്കിലും അതിനേക്കാൾ ശക്തമായ ദൈവത്തിന്റെ കരം ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തിന്റെ വിഷയത്തിൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനം രഫീദീമിലെത്തി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീം എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. രഫീദീം എന്ന വാക്കിന്റെ അർത്ഥം ഉത്തേജനമെന്നാണ്. സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാണെന്ന് വിചാരിച്ചു, ഉത്തേജനം ലഭിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ രഫീദീമിലെത്തിയപ്പോ ഉത്തേജനം ലഭിക്കേണ്ടതിന് പകരം അവർ ക്ഷീണിതരായി മാറുകയാണ് ചെയ്തത്. കുടിപ്പാൻ വെള്ളമില്ലാതെ അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ യാത്ര സുഗമമായി തീരാതെ അവർ ക്ഷീണിതരായി മാറുവാനായിട്ടിടയായിട്ട് തീർന്നു. ഒരു ദൈവ പൈതലിന്റെ വാഗ്ദത്ത കനാനിലേക്കുള്ളതായ യാത്രാമധ്യേ നേരിടുവാൻ സാധ്യതയുള്ളതായ പ്രതിസന്ധിയിലേക്കാണ് ഈ രഫീദീമിൽ അനുഭവം നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെടുവാനല്ല, നീട്ടപ്പെടുന്ന ദൈവത്തിന്റെ കരം ഉണ്ടാകുമെന്നുള്ളതായ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ വെക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. യഹോവയുടെ കൽപ്പന പ്രകാരമാണ് യാത്ര ചെയ്തത്. അവിടെ ദൈവജനത്തിന് ഒരു പ്രതിസന്ധി വരികയാണ്. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ച് എപ്പോഴും വിലയേറിയ കരുതലുണ്ട് എന്ന് മനസ്സിലാക്കണം. ആരംഭത്തിൽ തന്നെ അവസാനവും കാണുന്ന കർത്താവ് യാത്രാമധ്യേ കടന്നു വരുന്നതായ ഒരുപക്ഷെ മാനുഷികമായി അപ്രതീക്ഷിതമെന്ന് കരുതാവുന്നതായ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും അതിനു മുമ്പിൽ പതറി നിൽക്കരുത്. പിന്നെയോ ദൈവസന്നിധാനത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാശ്രയത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ദൈവ പൈതൽ നിശ്ചയമായും ബാധ്യസ്ഥനാണ്. അവൻ അങ്ങനെ ചെയ്തേ മതിയാകുകയുള്ളൂ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജനം മോശയോട് പിറുപിറുക്കുകയാണ്. ജനം മോശയോട് അവലാതി പറയുകയാണ്. ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക. കലഹമുണ്ടാകുകയാണ്. അവിടെ പ്രതീക്ഷിച്ചത് പലതും ജീവിതത്തിൽ ലഭിക്കാതെ വരുമ്പോൾ, ആഗ്രഹിച്ചത് പലതും അകന്നു നിൽക്കുമ്പോൾ, കിട്ടുമെന്ന് കരുതിയത് പലതും കിട്ടാതെ ദൂരെ മാറി നിൽക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുവാനായിട്ടിടയുണ്ട്. കലഹത്തിന്റെ ശബ്ദം, കലക്കത്തിന്റെ ശബ്ദം, നിരാശയുടെ ശബ്ദം, പിറുപിറുപ്പിന്റെ ശബ്ദം അത് ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. അതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മോശയോട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളം തരിക.
മോശ പറഞ്ഞു, എന്നോട് എന്തിനാണ് കലഹിക്കുന്നത്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്താണ്? കാരണം കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ദൈവമായ കർത്താവിന്റെ അതിശക്തമായ കരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നതാണ്. അത് ഒന്നിനു പുറകെ ഒന്നായി അവർ രുചിച്ചറിഞ്ഞതാണ്. എന്നിട്ടും അവർക്ക് മാറായിൽ വെച്ച വെള്ളം കിട്ടി. ശൂർ മരുഭൂമിയിൽ അവർ വെള്ളം കിട്ടാതെ വലഞ്ഞു. മാറായിലെ വെള്ളം കയ്പായി തീർന്നു. അത് പക്ഷേ അത് അവർക്ക് രുചികരമായി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എലീമിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സമൃദ്ധമായ ജലസംഭരണിയാണ് ലഭിച്ചത്. ഓരോ ഗോത്രത്തിനും പ്രത്യേകം നീരുറവ ലഭിച്ചു. ഇതൊക്കെ നടത്തിയിട്ട് കാലത്തും വൈകിട്ടും മിഷ്ടാനമായ ഭോജനം മരുഭൂമിയിൽ അവർക്ക് നൽകിയിട്ടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവിശ്വസിക്കുകയാണ്. ദൈവ ഭക്തനായിരിക്കുന്നതായ മോശയോട് കലഹിക്കുവാൻ ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ നേരിടുന്നതായ പ്രതിസന്ധികൾ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ചതായ ദൈവപ്രവൃത്തിയെ മറവിയുടെ ഏടുകളിലേക്ക് മാറ്റുമ്പോൾ അവിടെ നിരാശയുടെ ശബ്ദം ഉയരുവാനിടയാകും. കലഹത്തിന്റെ വാക്കുകൾ പുറപ്പെട്ടു വരുവാനിടയാകും. ദൈവജനം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ് രഫീദീമിൽ സംഭവിക്കുന്നത്. അവിടെ കലഹമുണ്ടാകുവാൻ പാടില്ല. രഫീദീമിന്റെ അനുഭവം കടന്നു വരുമ്പോൾ ദൈവാശ്രയമാണ് കൂടുതൽ വേണ്ടിയത്. ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവാശ്രയം വർദ്ധിക്കുവാൻ ഇടയായിട്ട് തീരണമെന്ന് രഫീദീം നമ്മെ ഓർപ്പിക്കുകയാണ്. ജനത്തിന് അവിടെ വെച്ച് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. ജനം മോശയുടെ നേരെ വിറുവിറുത്തു. അവര് പറയുകയാണ്, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞു. ഇപ്പോഴും അവർക്ക് ചിന്ത മിസ്രൈമിന്റെ കാര്യമാണ്. അവര് നൂറ്റാണ്ടുകൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന് നട്ടം തിരഞ്ഞ് നിലവിളിച്ചതാണ്. അതവർ നിമിഷ നേരം കൊണ്ട് മറന്നുപോയി. അടിയും ഊഴിയവേലയും നിമിത്തം അവരുടെ ജീവിതം കയ്പായി തീർന്നതാണ്. അതവർ മറന്നുപോയി. പുറപ്പെട്ടു വന്നതായ ദൈവജനത്തെ സംരക്ഷിക്കുവാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി സ്വർഗത്തിലെ ദൈവം തന്നെ അവർക്ക് മുമ്പായി, അവർക്ക് പിൻപടയായി, സംരക്ഷകനായി കടന്നു വന്നത് അവർ കണ്ടതാണ്, അനുഭവിച്ചതാണ്. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഈ മരുഭൂമിയിൽ ചാകേണ്ടതിനാണോ? ചാകേണ്ടതിനാണെങ്കിൽ പിന്നെ ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ചെങ്കടലിന്റെ ഉള്ളിൽ തന്നെ അത് വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നല്ലോ. അതും അവർ കണ്ടതല്ലേ. മിസ്രൈമിലെ പടം മുഴുവനും ആ വെള്ളത്തിനിടയിൽ ആണ്ടുപോകുന്നവർ കണ്ടതല്ലേ. അവരൊരിക്കലും ആ വാക്ക് പറയരുതായിരുന്നു. അവരെ കൊല്ലുവാനല്ല, അവരെ ഒരു ജീവനിലേക്ക്, നിറവിന്റെ അനുഭവത്തിലേക്ക്, പാലും തേനും ഒഴുകുന്നതായ കനാൻ ദേശത്തിലേക്ക് പോകുവാനാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അതവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ ലഭിക്കുവാനുള്ളത് മറന്നിട്ട് വിട്ടേച്ചു വന്നതിനെ ഓർക്കുന്ന ആ ഭോഷത്വം ഇസ്രയേൽ ജനത്തിന്റെ മേൽ ഉണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കുകയാണ്. ഇത് ഇസ്രയേലിന് മാത്രമല്ല, പുതിയ നിയമ ഇസ്രയേലായിരിക്കുന്നതായ നമ്മൾക്കും സംഭവിക്കാവുന്നതായ ഒരു വലിയ ബലഹീനതയാണിത്. ലഭിക്കാനിരിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായ സ്വർഗീയ നാഥൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യജീവന്റെ സന്തോഷദായകമായ അനുഭവങ്ങൾ, അത് ലഭിക്കാനിരിക്കുന്നത് അത് മറന്നു കളഞ്ഞിട്ട്, അതിനെക്കുറിച്ച് അറിവ് വ്യക്തമായി ലഭിച്ചിട്ടും അത് ഓർക്കാതെ ജീവിതത്തിന്റെ വർത്തമാനകാലങ്ങളിൽ അനുഭവിക്കുന്നതായ സാരമില്ലാത്തതായ ഞെരുക്കങ്ങൾ ഒരുപക്ഷെ സാരമുള്ളതായി തോന്നിയാൽ ആ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ പ്രത്യാശയോടെ വരുവാനുള്ളതിലേക്ക് നോക്കാതെ പുറകിലേക്ക് നോക്കി മടങ്ങിപ്പോകുവാൻ ഇച്ഛിക്കുന്നതായ മനുഷ്യ സഹജമായ ബലഹീനതകൾ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഒരിക്കലും വരുവാനായിട്ട് പാടില്ല. ദൈവിക പദ്ധതിയുടെ മധ്യത്തിൽ ഉണ്ടാകുന്ന വിഷമകരമായ അനുഭവങ്ങളിൽ ദൈവാശ്രയം കുറയുവാൻ പാടില്ല.
ദൈവിക കരുതൽ കാണുവാൻ കഴിയാതെ കണ്ണുകൾ അന്ധമാകുവാൻ പാടില്ല. അവിടെ അങ്ങനെ സംഭവിച്ചാൽ പാപങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടാകുവാൻ ഇടയാകും. രബീദീമിൽ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു പാഠം അതാണ്. ദൈവിക പദ്ധതിയുടെ മധ്യത്തിൽ വിഷമസന്ധികൾ ഉണ്ടാകാം. എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവ പൈതൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെക്കണം. അങ്ങനെ ആശ്രയം വെക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? പാപങ്ങളുടെ വേലിയേറ്റം തൊട്ടടുത്ത് ഉണ്ടാകുമെന്ന് ദൈവ പൈതൽ മറന്നു പോകരുത്. ആ രബീദീമിലെ പാഠം നമ്മുടെ ഉള്ളത്തിൽ അതൊരു ശക്തമായ പാഠമായി നിലനിൽക്കട്ടെ. മോശ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. കൽപ്പന പ്രകാരമുള്ളതായ യാത്രയാണ് ദൈവമേ, ജനത്തിന് ഇവിടെയും വെള്ളമില്ലല്ലോ എന്ന് പറഞ്ഞ് രബീദീമിൽ ഉത്തേജനം ലഭിക്കേണ്ടതായ സ്ഥാനത്തും വെള്ളമില്ലല്ലോ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി മോശ ഒരുപക്ഷെ പക്ഷപാതം ചെയ്ത് കാണും. യഹോവയായ ദൈവം മോശയോട് ഇടപെടുകയാണ്. മോശയോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുകയാണ്. എന്താണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്? മോശയോട് പറഞ്ഞത്, നീ ഇസ്രായേലിലെ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകാം. ദൈവത്തിന്റെ അരുളപ്പാട് ശ്രദ്ധിക്കണം. മോശയോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? നീ വിശ്വാസത്തോടെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് പുറപ്പെടണം. നീ ഇസ്രായേലിലെ മൂപ്പന്മാരെ കുറച്ചുപേരെ വിളിക്കണം. എന്നിട്ട് ഇസ്രായേൽ ജനം കാണുക, നീ അവരുടെ മുമ്പിൽ കൂടെ മിസ്രയീമിൽ വെച്ച് നദിയെ അടിച്ചതായ വടിയുമായി നീ ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകണം. ഞാൻ അവിടെ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മുമ്പിൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക, മോശ അങ്ങനെ ചെയ്തു. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, മോശയെ നീ എന്ത് ചെയ്യണം? ഇസ്രായേൽ ജനം കാണുക, നീ പുറപ്പെടണം. മൂപ്പന്മാരെ നീ സഹായത്തിനായി വിളിക്കണം. പക്ഷേ നിന്റെ കയ്യിൽ എന്തു വേണം? നിന്റെ കയ്യിൽ നീ നദിയെ അടിച്ചതായ വടിയും എടുക്കണം. മോശ വടിയുമായി പോകുമ്പോ ജനത്തിന്റെ കണ്ണുകൾ മോശയിൽ പതിയുന്നതോടൊപ്പം മോശയുടെ കയ്യിലിരിക്കുന്നതായ വടിയിൽ അവരുടെ കണ്ണു പതിയുകയാണ്. ആ വടി കാണുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഭയം ജനിക്കുകയാണ്. അവരുടെ ഉള്ളത്തിൽ മുൻകാല ദൈവപ്രവൃത്തി ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരികയാണ്. ഈ വടി മുൻകാല അനുഭവങ്ങളെ ഓർപ്പിക്കുന്നതായ വടിയാണ്. എന്താണ് ഈ വടി ചെയ്തത്? ഫറവോന്റെ മുമ്പിൽ താൻ ദൈവത്താൽ നിയോഗിതനായി കടന്നു വന്നു എന്ന് ഫറവോനെ ധരിപ്പിക്കുവാൻ ഉപയോഗിച്ച വടിയാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ കൽപ്പനയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രയീമിന്റെ മേൽ ബാധ ഒന്നിനു മീതെ ഒന്നെന്ന വണ്ണം വരുത്തിയതായ വടിയാണത്. ആ വടിയാണ് ചെങ്കടലിനെ വിഭാഗിക്കുവാനായി മോശയുടെ കൈയോടുകൂടെ ചെങ്കടലിന്മേൽ നീട്ടിയത്. ഈ വടി കാണുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളം ദൈവപ്രവൃത്തിയുടെ ഓർമ്മയാൽ നിറയുവാനിടയായിട്ട് തീരുകയാണ്. ദൈവപ്രവൃത്തി ഇന്നിന്റെ അനുഭവങ്ങളിൽ, ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ, ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതായ ആ പ്രവൃത്തികൾ മൂലമുള്ളതായ വിശ്വാസത്തിന്റെ നിറവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അവിശ്വാസമുള്ളതായ ദുഷ്ടഹൃദയമുള്ളിടത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുകയില്ല. ജനത്തിന്റെ ഉള്ളിൽ വിശ്വാസം അങ്കുരിപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്നവരുടെ ഉള്ളത്തിൽ വിശ്വാസത്തിന്റെ ആ അടിത്തറ പാകേണ്ടതിനു വേണ്ടി
ദൈവം മുമ്പാകെ പിറുപിറുത്ത് അവിശ്വാസികളായി തീർന്ന സ്ഥാനത്ത് അവിശ്വാസത്തിന്റെ മർമ്മര സ്വരങ്ങളെ മാറ്റി വിശ്വാസത്തിന്റെ ഉറപ്പ് അവർക്ക് നൽകേണ്ടതിന് വേണ്ടി മോശയെ നിന്റെ കയ്യിൽ നീ വടിയെടുക്കണം. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തതായ പ്രവൃത്തിയെ മറന്നുകൊണ്ട്, ദൈവത്തിന്റെ ഉപകാരങ്ങളെ മറന്നുകൊണ്ട്, ദൈവം ചെയ്തതായ നന്മകളെ മറന്നുകൊണ്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം ഒരിക്കലും ദാഹിക്കരുത്. ദൈവപ്രവൃത്തി കാണുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതായ നാള് മുതൽ, ദൈവത്തെ അറിഞ്ഞതായ നാള് മുതൽ, അല്ല ദൈവം നിന്നെ അറിഞ്ഞതായ നാള് മുതൽ നിനക്ക് വേണ്ടി ചെയ്തതായ ഓരോ ദൈവപ്രവൃത്തിയും ഹൃദയത്തിൽ മനസ്സിലാക്കി, ഹൃദയത്തിൽ നിറച്ച് ദൈവ മുമ്പാകെ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ മുന്നേറുന്നതായ ഒരു ദൈവ പൈതലിന് വേണ്ടി എക്കാലത്തും വെളിപ്പെടുന്നതായ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരമുണ്ട് എന്ന് ഇന്ന് പകലിൽ ആ ഹോരേബിലെ അനുഭവം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. നീ ഹോരേബിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് എന്ത് ചെയ്യണം? പാറയെ അടിക്കണം. യുക്തിയോടെ ബുദ്ധിയോടെ അല്ല ദൈവപ്രവൃത്തി അളക്കേണ്ടത്. യുക്തി ഉപയോഗിച്ച് ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്യണം. ദൈവപ്രവൃത്തി മാനുഷിക ബുദ്ധിയിലോ മാനുഷിക യുക്തിക്കോ ഒതുങ്ങുന്നതല്ല. ആത്മാവിൽ എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ വചനം യുക്തിക്കനുസരിച്ചല്ല ചിന്തിക്കേണ്ടത്. മാനുഷിക ബുദ്ധിയുടെ ആ ചെറിയ അതിരുകൾക്കുള്ളിൽ നിന്നല്ല ദൈവത്തിന്റെ വചനം ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിന്റെ വചനം അത് ആത്മാവിൽ ഗ്രഹിക്കുവാനുള്ളതാണ്. പാറയെ അടിക്കണം. മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്നതായ പാറ, വർഷങ്ങളായി ഒരുപക്ഷെ ആ പാറ അവിടെ കണ്ടെന്നിരിക്കാം. ആ പാറയെ മോശയുടെ കയ്യിൽ ഇരിക്കുന്നതായ വടി കൊണ്ട് അടിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ബുദ്ധിയോട് ചോദിച്ചാൽ മാനുഷിക ബുദ്ധി പറയും അതുപോലെ ബുദ്ധിമോശം വേറൊന്നുമല്ല. ആ കരിങ്കൽ പാറയെ ഈ ഉണങ്ങിയ വടി കൊണ്ടടിച്ചാൽ വടി ഒടിയുകയല്ലാതെ പാറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? യുക്തി പറയും വെള്ളമാണ് ആവശ്യം, വെള്ളം വേണ്ടിയതിന് പകരം കയ്യിൽ മരുഭൂമിയിൽ കുഴികളെ കുഴിച്ച് ആഴത്തിൽ കുഴി കുഴിച്ച് ആഴത്തിലുള്ളതായ വെള്ളം കോരേണ്ടതിന് പകരം പാറയുടെ നേരെ വടിയുമായിട്ട് പോകുന്ന ഈ ഭോഷത്വം എന്താണ് എന്ന് യുക്തി ഒരുപക്ഷെ പറയും. പക്ഷേ ദൈവ ശബ്ദം എന്ന് പറയുന്നത് ബുദ്ധിക്കും യുക്തിക്കും അതീതമായി അത്ഭുതത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നത് മോശ ചോദ്യം ചെയ്യാതെ അതുപോലെ ചെയ്തു എന്നാണ് കാണുന്നത്. ദൈവം എന്ത് പറയുന്നുവോ അതുപോലെ ചെയ്യുവാൻ ഒരു ദൈവ പൈതൽ ഏൽപ്പിച്ചു കൊടുത്താൽ കരിങ്കൽ പാറയായാലും മരുഭൂമിയുടെ തിളച്ചു മറിയുന്നതായ ചൂടേറിയതായ അനുഭവമായാലും പ്രതിസന്ധികൾ എത്രയുണ്ടെങ്കിലും ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് ഹോരേബ് നമ്മളെ കാണിക്കുന്നതായ വിഷയമാണ്. ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുകയാണ്. കർത്താവ് അവരുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരണ. പടയിൽ കർത്താവ് ഉറങ്ങുകയാണെന്ന് അവർ ശ്രദ്ധിച്ചില്ല. അവർക്കെതിരെ പടകിൽ ശക്തിയേറിയതായ കാറ്റ്, ഉയർന്നു പൊങ്ങുന്നതായ തിരമാലകൾ വന്നടിക്കുവാനിടയായി. അവർ തണ്ട് വലിച്ച് വല്ലാതെ വശായി. ഒരിഞ്ച് പോലും മുന്നോട്ട് നീക്കുവാൻ കഴിയാത്ത രീതിയിൽ പടക് കറങ്ങുവാനിടയായി. അവർ തുഴഞ്ഞിട്ടും മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ വണ്ണം പടക് ഏത് നിമിഷവും മുങ്ങുമെന്നുള്ളതായ നിലയിലായി. കാറ്റടങ്ങുന്നില്ല, കടൽ ശാന്തമാകുന്നില്ല, തിരമാലകൾ അതിന്റെ ശക്തിയൊട്ടും കുറയുന്നതുമില്ല. ഒടുവിൽ അവർ കർത്താവായ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിന് മുമ്പ് നാം വായിക്കുന്നത് അവരുടെ ഉള്ളത്തിലെ അവിശ്വാസത്തെ ശാസിച്ചു എന്നാണ്. അവിശ്വാസമുള്ളതായ ദുഷ്ടഹൃദയം അത് മാറ്റിക്കളഞ്ഞിട്ട് മാത്രമേ ദൈവപ്രവൃത്തി
പ്രതികൂലങ്ങളുടെ മുമ്പിൽ കരിമ്പാറ എന്ന് പറയത്തക്കവണ്ണമുള്ളതായ കടുപ്പമേറിയതായ വിഷയങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നതായ ഒരു ദൈവ പൈതൽ ആ കടുപ്പമേറിയതായ വിഷയം കണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രവർത്തിക്കുന്നതായ ദൈവത്തിന്റെ അരുളപ്പാട് നിനക്ക് വേണ്ടിയുണ്ട്. ആ ശബ്ദത്തിന് എന്തും ചെയ്യുവാനായിട്ട് കഴിയും. ആ ശബ്ദത്തിന്റെ ശക്തി അത്ര വലുതാണ്. ആ ശബ്ദമാണ് പ്രപഞ്ചത്തെ ഉളവാക്കിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ ഉളവാക്കിയതായ ശബ്ദമാണ് മോശയുടെ ചെവികളിൽ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നതെങ്കിൽ ഏത് കരിമ്പാറക്കെട്ടുകളെയും പൊട്ടിച്ചുകൊണ്ട് നിനക്കാവശ്യമായിരിക്കുന്ന ജീവജലത്തിന്റെ നദി, നിനക്കാവശ്യമായിരിക്കുന്ന നന്മയുടെ വെള്ളം, നിനക്കാവശ്യമായിരിക്കുന്നതായി വിടുതലിന്റെ അനുഭവം, ആ കടുപ്പമേറിയ പാറയിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് എന്ന് നാം അറിയണം. 17-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ മോശ ഇസ്രായേൽ മൂപ്പന്മാരുമായി യഹോവ പറഞ്ഞതുപോലെ ചെയ്യുവാനായിട്ട് പുറപ്പെടുകയാണ്. അവിടെ മോശ പാറയുടെ മുമ്പിലെത്തി. യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്നതായ വടിയെടുത്ത് പാറയെ അടിക്ക. ആ പാറ പിളറുവാനിടയായി. പാറയുടെ പിളർപ്പിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നത്. പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. ആ പാറയെ കുറിച്ച് പൗലോസ് പറയുന്നതായ കാര്യം നോക്കൂ. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഹോരേബിൽ ഉയർന്നു നിന്നതായ ആ പാറ ഇസ്രായേൽ ജനം പുറപ്പെട്ടപ്പോൾ മുതൽ അവരെ അനുഗമിക്കുന്ന പാറയായിരുന്നു എന്നാണ്. മരുഭൂയാത്രയിൽ അവരെ അനുഗമിച്ചിരുന്നതായ പാറ എന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അതെ, അത് അനുഗമിക്കുന്നതായ പാറയാണ്. അത് ജീവനുള്ള പാറയാ. ജീവനുള്ള പാറയായ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുകയാണ് ആ പാറ എന്നാണ് പൗലോസ് നമ്മുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ആത്മീക യാത്രയിൽ അവന്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവനെ അനുഗമിക്കുന്നതായ ഒരു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്, അനുഗമിക്കുന്നതായ രക്ഷകനായ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നതായ ദൈവത്തിന്റെ പൈതൽ പ്രതിസന്ധിയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയില്ല. ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അവന്റെ മേൽ പകരപ്പെടുവാനിടയായിട്ട് തീരുകയാണ്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ചതായ ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ശ്രദ്ധിക്കണം, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ ദൈവകൽപ്പന ലംഘിച്ചത് മൂലം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ നിത്യമരണത്തിന്റെ അനുഭവം മാറ്റുന്നതിനു വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ക്രിസ്തു എന്നതായ പാറ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. ആ പാറമേൽ ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ പാറ ദൈവജനത്തിന് വെള്ളം തരുന്ന പാറ മാത്രമല്ല, ഈ ലോകത്തിലെ നന്മ തരുന്ന പാറ മാത്രമല്ല, ഇത് നിത്യ ജീവൻ നമുക്കായി തരുന്നതായ പാറയാണ്. കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ പാറയിൽ നിന്ന് കുടിച്ച് ജീവൻ പ്രാപിച്ചതായ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ നിത്യജീവന്റെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്.
ആ നിത്യജീവന്റെ അനുഭവം അവരുടെ ഉള്ളത്തിൽ നിന്ന്, നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഒഴുകി വീണ്ടും ദാഹിക്കുന്നവർക്ക് കൊടുക്കത്തക്കവണ്ണം ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ജനത്തെ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ നിറവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവജനത്തിനു വേണ്ടി ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. ദാഹിക്കുന്നവൻ എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ആ പാറ ക്രിസ്തുവാകുന്നതായ പാറയായിരുന്നു. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആ പാറ കാൽവറിയിൽ തകർക്കപ്പെട്ടു. റോമൻ ഗവൺമെന്റിനാൽ വിധിക്കപ്പെട്ട് നീതിമാനായ ക്രിസ്തു കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ചപ്പോൾ കുറ്റമില്ലാത്ത രക്തം മാനവജാതിയുടെ കുറ്റത്തിനു വേണ്ടി, പാപക്ഷമയ്ക്ക് വേണ്ടി ചിന്തപ്പെടുവാനിടയായി. ആ ഊറ്റിയതായ രക്തത്താൽ മാനവജാതിയുടെ പാപത്തിന്റെ ക്ഷമയ്ക്ക്, പാപക്ഷമയോടെ ലഭിക്കാനിടയായി. അത് ഏറ്റെടുത്ത്, അത് ഏറ്റുപറഞ്ഞ് അതിൽ വിശ്വസിക്കുന്നതായ ഏതൊരുവനും നിത്യജീവന്റെ അനുഭവം പ്രാപിക്കത്തക്കവണ്ണം ആ പാറ ക്രിസ്തുവാകുന്നതായ ആ പാറയിൽ രക്ഷ ലഭിക്കേണ്ടതിന് ആ കാൽവരി ക്രൂശിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ഇടയായിട്ട് തീരട്ടെ. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം, സ്വസ്ഥത ഇല്ലാത്തവർക്ക് സ്വസ്ഥത, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവിക കാഴ്ചപ്പാടുകൾ, നിത്യജീവൻ നഷ്ടപ്പെട്ട് മരണഭയത്താൽ കഴിയുന്നവർക്ക് നിത്യജീവന്റെ ധൈര്യം അത് നൽകുന്നതായ പാറ ക്രിസ്തുവാകുന്നതായ പാറയാണ്. ആ പാറ ഹോരേബിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആ ഹോരേബിൽ വെളിപ്പെട്ടതായ ആ പാറ തകർന്ന് ആ പാറയിൽ നിന്ന് പുറപ്പെട്ടതായ ജലം അവരുടെ മരുഭൂ യാത്രയിൽ കുടിച്ച ബലം പ്രാപിച്ച് അവരുടെ വാഗ്ദത്ത ദേശമായ കനാനിലെത്തിയതുപോലെ ക്രിസ്തുവാകുന്നതായ പാറയിൽ നിന്ന് കുടിച്ചുകൊണ്ട് നിത്യജീവന്റെ അനുഭവം പ്രാപിച്ച് നിത്യതയോളം പുതിയ നിയമ സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ നിത്യമായ സ്വർഗീയ കനാനിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതാണ് ഹോരേബിൽ നാം കാണുന്നതായ വിഷയം. ഹോരേബിൽ പാറ തകർക്കപ്പെട്ടു. പാറ തകർക്കപ്പെട്ട് ദൈവജനം കുടിച്ച ഉത്തേജനം പ്രാപിക്കുകയാണ്. ഒരിക്കൽ ഉത്തേജനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത്, ക്ഷീണിച്ച് മരിച്ചു പോകുമെന്ന് കരുതിയതായ സ്ഥലം, വെള്ളം കിട്ടാതെ അരഞ്ഞതായ സ്ഥലം ഇപ്പോൾ അവർക്ക് ഉത്തേജനമായി മാറിയിരിക്കുകയാണ്. ഇന്നിന്റെ ഇല്ലായ്മയെ ഓർത്ത് ഭാരപ്പെടരുത്. ഇന്നിന്റെ ഞെരുക്കങ്ങളെ ഓർത്ത് ഭാരപ്പെടരുത്. ഇന്ന് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എന്നോർത്ത് ദൈവവേദന നിരാശപ്പെടരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയവനായ ഒരു ദൈവത്തിന്റെ കരം അനുകൂലമായി നീട്ടപ്പെടുമെന്ന് അറിയാതിരിക്കരുത്. ആ ഉത്തേജനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ അവർ യുദ്ധം നേരിടുന്നത്. ഇതുവരെ യുദ്ധത്തിനുള്ളതായ പശ്ചാത്തലമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ യുദ്ധക്കളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ ആ യുദ്ധക്കളത്തിൽ അവർ നിരാശപ്പെട്ട് ഭയപ്പെട്ട് നിലവിളിക്കാതിരിക്കേണ്ടതിന് അവരെ ബലപ്പെടുത്തുന്ന, അവരെ ശക്തീകരിക്കുന്നതായ ദൈവത്തിന്റെ കരം ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് വെളിപ്പെട്ടു വരേണ്ടതിനു വേണ്ടിയാണ് അവർക്ക് ശൂർമരുഭൂമിയിൽ വെച്ചും മാറായിൽ വെച്ചും എലീമിൽ വെച്ചും ഹോരേബിൽ വെച്ചും ഒക്കെ അവർക്ക് ദൈവകരം വെളിപ്പെട്ടത്. വിവിധ തരത്തിലാണ് ദൈവകരം വെളിപ്പെട്ടത്. ഹോരേബിൽ പാറ തകർക്കപ്പെട്ടു. ആ പാറയിൽ നിന്ന് ചാടിപ്പുറപ്പെട്ടതായ ജലം അവിടെ കൂടാരങ്ങൾ അടുത്തുകൂടെ ഒഴുകി. ആ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ദാഹം ശമിപ്പിക്കത്തക്കതായ വിധത്തിൽ ദൈവപ്രവൃത്തി അത്ഭുതകരമായി ആ പാളയത്തിൽ ഉടനീളം അവർ അനുഭവിപ്പാനിടയായി. ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളുടെയും ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രങ്ങളുടെ ആ 12 ഗോത്രങ്ങളിൽ കൂടെയും ഓരോരുത്തന്റെ കൂടാരത്തിന് മുമ്പിൽ കൂടെ ആ നദികൾ മരുഭൂമിയിൽ കൂടെ ഒഴുകുവാൻ ആരംഭിച്ചു.
ദാഹിച്ച് ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞതായ ജനം ഭവനത്തിൽ ഇരുന്ന് തന്നെ അവരുടെ ദാഹം തീർക്കത്തക്ക രീതിയിൽ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരം അന്വേഷിച്ച് നീ ഒരിടത്തും പോകണ്ട, ഒരു പുണ്യ സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ദൈവകരം വെളിപ്പെട്ട നിന്റെ ഭവനത്തിനകത്ത്, നാം ആയിരിക്കുന്നതായ ഭവനത്തിനകത്ത് അതിന് സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതാണ് ദൈവപ്രവൃത്തിയുടെ അതിശയകരമായ ഇടപെടൽ. ആ ഉത്തേജനം പ്രാപിച്ചു കഴിഞ്ഞപ്പോ അവർക്കെതിരെ ഒരു ശക്തി കടന്നു വരികയാണ്, അമാലേക്കിന്റെ ശക്തി. ആ യുദ്ധത്തിന്റെ നിർണയങ്ങളും യുദ്ധത്തിന്റെ വഴികളും എല്ലാം ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ആ യുദ്ധത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നതായ ആ വിഷയം മാത്രം ചിന്തിച്ച് ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. മരുഭൂമിയിലെ ആദ്യത്തെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ 3-ാമത്തെ യുദ്ധമാണ്. ആ വേദപുസ്തകത്തിലെ 3-ാമത്തെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ 2-ാമത്തെ യുദ്ധമാണ്. അപ്പൊ ഈ തിരുവഴുത്തിലെ ഈ 3-ാമത്തെ യുദ്ധം രബീദീമിൽ വെച്ച് അവർക്ക് വിളിക്കപ്പെട്ടതായ കൽപ്പനപ്രകാരം യാത്ര ചെയ്യുന്നതായ ജനത്തിന് നേരിടേണ്ടി വരികയാണ്. അപ്പൊ കൽപ്പനപ്രകാരം യാത്ര ചെയ്യുന്നവർക്ക് പ്രതിസന്ധികളുണ്ട് കേട്ടോ, പ്രതികൂലങ്ങളുണ്ട്. മരുഭൂമിയുടെ ചൂടേറിയ അനുഭവമുണ്ട്, ദാഹം കിട്ടാതെ വരയുന്ന അനുഭവങ്ങളുണ്ട്, ശത്രുവിന്റെ ആക്രമണവും ഉണ്ട്. അപ്പൊ യാത്ര എന്തല്ല, ഈ ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത് സുഖകരമല്ല എന്ന് ചുരുക്കം. എപ്പോഴും ബിസി ആയിരിക്കുന്ന, എപ്പോഴും തിരക്കായിരിക്കുന്ന ഒരു യാത്രയാണ് ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത്. എങ്ങനെങ്കിലുമൊക്കെ കനാൻ നാട്ടിലെത്തുമെന്ന് വിചാരിച്ച് ഉദാസീനരായിരിക്കരുത്. എങ്ങനെങ്കിലുമൊക്കെ വാഗ്ദത്തം പ്രാപിക്കുമെന്ന് പറഞ്ഞ് നാം മടിയന്മാരായിരിക്കരുത്. ഇത് തിരക്കേറിയതായ ഒരു യാത്രയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യുവാൻ, ഒരുപക്ഷെ അത് കുറഞ്ഞ ദൂരം ആണെങ്കിൽ പോലും ആ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെ നേരിടുവാൻ, തരണം ചെയ്യുവാൻ, ജയം പ്രാപിക്കുവാൻ നാം ഉത്സാഹികളായി വളരെ ശുഷ്കാന്തിയോടെ ആയിരിക്കണമെന്നാണ് ഇസ്രായേൽ ജനത്തിന്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്. മരുഭൂമിയിലെ ദൈവസഭ എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ താൻ എടുത്തു പറയുമ്പോൾ ആ മരുഭൂമിയിലെ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ അതേ അനുഭവങ്ങൾ തന്നെയാണ് മറ്റൊരു ഭാവത്തിലും മറ്റു രൂപത്തിലും സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരും നേരിടുന്നത്. അത് ആത്മാവിൽ വിചിന്തനം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നതാണ് ഈ തിരുവഴുത്തിലെ യുദ്ധങ്ങൾ ഓരോന്നും. അപ്പൊ ഇവിടെ രബീദീമിൽ ദൈവജനമെത്തി, അവിടെ ദൈവത്തിന്റെ കരം അവർക്ക് വെളിപ്പെട്ടു. അവർ കുടിച്ച ദൈവം കൊടുത്തതായ നന്മ അനുഭവിച്ചു. പാറയിൽ നിന്ന് പുറപ്പെട്ടതായ ജലം കുടിച്ച് അവർ ഉത്തേജനം പ്രാപിച്ചു. രബീദീമിന്റെ ശരിയായിട്ടുള്ളതായ അനുഭവത്തിൽ അവർ എത്തിച്ചേർന്ന്. രബീദീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തേജനം എന്നാണ്. ആരംഭത്തിൽ ക്ഷീണമാണെങ്കിലും ദൈവകരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ അവർക്ക് അവരുടെ ക്ഷീണം മാറി, അവരുടെ ഭാവം മാറി, ഉത്തേജനം ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഉത്തേജനം ലഭിച്ചു കഴിഞ്ഞപ്പോ അവർക്കെതിരെ ഇതാ യുദ്ധത്തിനായി ഒരു ശക്തി കടന്നു വരികയാണ്. 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് ആ യുദ്ധത്തിന്റെ ആദ്യത്തെ വാചകം നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. രബീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. രബീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ പോയി നേരിട്ട ഒരു യുദ്ധമല്ല. ഇസ്രായേൽ അപദേശം ചെന്ന് ചാടിയതായ ഒരു യുദ്ധമല്ല. ഇസ്രായേലിന്റെ കുഴപ്പം കൊണ്ട് ചെന്ന് ചേർന്നതായ ഒരു യുദ്ധക്കളവുമല്ല. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യാത്ര ചെയ്തതായ ജനമാണ്
രബീദീമിൽ ഈ യുദ്ധക്കളത്തിലെത്തിയിരിക്കുന്നത്. രബീദീമിലെത്തിയപ്പോ അത് ഉത്തേജനം പ്രാപിച്ച സമാധാനപരമായി മുന്നോട്ട് പോകേണ്ടതായ ആ രബീദീമിനെ യുദ്ധക്കളമാക്കി മാറ്റുവാൻ കടന്നു വന്നതായ ശക്തിയാണ് അമാലേക്ക്. ദൈവജനത്തിന് സന്തോഷമായി സമാധാനമായി പോകേണ്ടതായ ഓരോ സന്ദർഭങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും യുദ്ധക്കളവുമാക്കി മാറ്റുവാൻ കടന്നു വരുന്ന ശത്രുമണ്ഡലമുണ്ട്. അവന്റെ പേരാണ് അമാലേക്ക്. ഈ അമാലേക്കിനെ നാം വിവേചിക്കുവാൻ പോകുകയാണ്. എന്താണ് ഈ അമാലേക്ക് എന്ന് പറയുന്നതായ വിഷയം? അമാലേക്ക് എന്ന് പറയുന്നതായ ഈ ശക്തി ദൈവജനത്തിന്റെ യാത്രയെ മുടക്കുവാൻ, അവരുടെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ അവരെ തോൽപ്പിച്ച് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ, ഒന്നുകിൽ അവരെ നശിപ്പിച്ച് കളയുവാൻ, അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിനെതിരായി നിൽക്കുന്ന അമാലേക്കിന്റെ ശക്തി ഏതാണ്? ഈ അമാലേക്കും പുതിയ നിയമ സഭ, അമാലേക്കിന്റെ ശക്തി പുതിയ നിയമസഭയുമായിട്ട് എന്ത് ബന്ധം? അല്ലെങ്കിൽ ഒരു വിശ്വാസിയുമായിട്ട് എന്ത് ബന്ധം? ഇതാണ് നാം ചിന്തിക്കുന്നത്. ഈ അമാലേക്കിന്റെ ശക്തി ഓരോ ദൈവപൈതന്റെ ജീവിതത്തിലും ദൈനംദിനം അനുഭവപ്പെടുന്നതായ എതിർശക്തിയാണ് എന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. അത് ഒരു പ്രാവശ്യം ജയിക്കേണ്ട ശക്തിയല്ല, ഒരു ദിവസം കൊണ്ട് കീഴ്പ്പെടുത്തേണ്ട ശക്തിയല്ല, അത് ഒരു മാസം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുന്ന ശക്തിയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്ത് എന്ന് നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. ആദ്യം ഈ അമാലേക്ക് എന്താണ് എന്ന് ആദ്യം ശ്രദ്ധിക്കണം. അമാലേക്കിന്റെ ചരിത്രം നമുക്ക് കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകണം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അമാലേക്ക് ആരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് അമാലേക്ക്? യേശാവിന്റെ മകനായ എലീഫസിന് തിന്മ എന്നതായ വെപ്പാട്ടിയിൽ ജനിച്ചതായ പുത്രനാണ് അമാലേക്ക്. ഇതാണ് അമാലേക്കിന്റെ ചരിത്രം. ഇവിടെ ഉള്ളതായ വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം. യേശാവ് എന്ന് പറയുന്നതായ വ്യക്തി അമാലേക്ക് എന്ന് പറയുന്നതായ വ്യക്തിയുടെ വല്യപ്പനാണ്, ഗ്രാൻഡ് ഫാദറാണ്. യേശാവിന്റെ മകനായ എലീഫസിന്റെ മകനാണ് അമാലേക്ക്. അപ്പോ വല്യപ്പച്ചനായിരിക്കുന്നതായ യേശാവിന്റെ പൗത്രനായിരിക്കുന്നതായ അമാലേക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അമാലേക്കിന്റെ സ്വഭാവം എന്താണെന്ന്. ഈ സ്വഭാവം വെച്ച് വേണം നാം പുതിയ നിയമ വിശ്വാസിയുടെ മുമ്പിൽ ഈ അമാലേക്കിന്റെ ശക്തിയെ വിവേചിക്കുവാൻ. ഈ അമാലേക്കിന്റെ ശക്തിയെ നാം തിരിച്ചറിയണം. യേശാവ് ആരാണ്? ഇസഹാക്കിന് 2 പുത്രന്മാർ. മൂത്തവനായ യേശാവ്, രണ്ടാമത്തവനായ യാക്കോബ്. മൂത്തവനായ യേശാവ് കൽപ്പനപ്രകാരം, ആചാരപ്രകാരം, നിയമപ്രകാരം ജ്യേഷ്ഠാവകാശം അവനുള്ളതാണ്. പിതാവിന്റെ സ്വത്തിന്റെ 3/2 ഭാഗവും പിതാവിന്റെ പേരും ആ പിതൃഭവനത്തിന്റെ സകല അധികാരങ്ങളും ഉള്ളവനാണ് യേശാവ്. അവനാണ് ആദ്യജാതൻ ലഭിക്കേണ്ടതായ സകല അനുഗ്രഹങ്ങളും യേശാവിനുള്ളതായിരുന്നു. കാരണം യേശാവാണ് മൂത്തവൻ. രണ്ടുപേരും ഒന്നിച്ചാണ് അവര് പുറത്തേക്ക് വന്നതെങ്കിലും ചില നിമിഷങ്ങളുടെ വ്യത്യാസത്തിന് യേശാവ് മുമ്പനായി. അപ്പം നിമിഷങ്ങൾക്ക് മുമ്പിലാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പിലാണെങ്കിലും മുമ്പൻ തന്നെയാണ്. യേശാവിനുള്ളതായിരുന്നു ജ്യേഷ്ഠാവകാശം. പക്ഷേ യേശാവ് ഒരിക്കൽ വെളിമ്പ്രദേശത്തു നിന്ന് വന്നു. അവൻ വളരെ ക്ഷീണിതനായിരിക്കുന്നതായ യേശാവ് വെളിമ്പ്രദേശത്ത് പോയി ക്ഷീണിച്ച് മടങ്ങി വരുമ്പോൾ ഭവനത്തിലായിരിക്കുന്നതായ തന്റെ സഹോദരൻ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ഷീണത്തിന്റെ പിൻബലത്തിൽ യേശാവ് പറഞ്ഞു, എന്റെ സഹോദര, എനിക്ക് അല്പം പായസം വേണം, ഞാൻ വിശന്ന് മരിക്കുവാൻ പോകുകയാണ്. യാക്കോബ് ആ കിട്ടിയ സന്ദർഭം അവൻ ഉപയോഗിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പായസമൊക്കെ തരാം, ആവശ്യം പോലെ തരാം, പക്ഷേ നീ നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കണം.
യേശാവ് ഒന്നും ചിന്തിച്ചില്ല. അവൻ അപ്പോഴത്തെ ആഗ്രഹം അവന്റെ ഉദരപൂരണമായിരുന്നു. അവന്റെ വയറ് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ആവശ്യം. അപ്പോഴത്തെ ആവശ്യത്തിന്റെ മുമ്പിൽ അവൻ ജ്യേഷ്ഠാവകാശത്തിന്റെ ഗുണങ്ങൾ മറന്നു, അതിന്റെ അനുഗ്രഹങ്ങൾ മറന്നു, അതിന്റെ വിശാലതകൾ മറന്നു, അതുമൂലം ലഭിക്കേണ്ടതായ നന്മകൾ മറന്നു. എല്ലാം മറന്നിട്ട് അവൻ പറഞ്ഞു, മരിക്കാൻ പോകുന്ന എനിക്കെന്തിനാ ജ്യേഷ്ഠാവകാശം? അതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് എന്റെ ജ്യേഷ്ഠാവകാശം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ചുവന്ന പായസത്തിനു വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, ആ ഉദരപൂരണത്തിനു വേണ്ടി അവന്റെ അനുഗ്രഹത്തെ അവൻ വിറ്റുകളഞ്ഞു. ഇതാണ് ഏശാവിന് സംഭവിച്ചത്. ജഡത്തിന്റെ ആവശ്യത്തിനു വേണ്ടി നിത്യമായ അനുഗ്രഹത്തെ വിട്ടുകളയുവാൻ പ്രേരിപ്പിക്കുന്നതായ ശക്തി, അതാണ് ഏശാവിന്റെ ശക്തി. അഥവാ അമാലേക്ക് എന്ന് പറയുന്നത് ഏശാവിന്റെ പൗത്രൻ, ജഡത്തിന്റെ ശക്തിയാണ്. ജഡത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്തതായ അനുഭവം, അതാണ് അമാലേക്കിന്റെ ശക്തി അഥവാ ജഡത്തിന്റെ ശക്തി. ഈ ജഡത്തെ വളരെ സൂക്ഷിക്കണം. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്നീ ത്രിമാന ഘടകങ്ങളുടെ സങ്കരമാണ്, നിർമ്മിതമാണ്. ഈ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലെ പൊടി കൊണ്ടാണ്. ഈ ഭൂമി പിശാചിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. അവന്റെ അവകാശത്തിന്റെ കീഴിൽ കിടന്നതാണ്. അതുകൊണ്ട് ഈ പൊടിയിൽ നിന്നുണ്ടാക്കിയതായ മനുഷ്യന്റെ ശരീരത്തിന്റെ മേൽ പിശാചിന് ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെ ഒരു ക്ലെയിമുണ്ട്, ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? പിശാച് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ, അവന്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തുവാൻ അവൻ വാതിൽ തുറക്കുന്നത് അവന്റെ ജഡത്തിൽ കൂടിയാണ്. ജഡത്തിന്റെ ഇച്ഛകളിൽ കൂടെ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ കൂടെ, ജഡത്തിന്റെ പാപവശങ്ങളിൽ കൂടെ പിശാച് ഉള്ളിലേക്ക് കിടക്കുവാനായിട്ടിടയായിട്ട് തീരും. അതുതന്നെയാണ് നമുക്ക് ഏദൻ തോട്ടത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഒന്നാം ആദാമിന്റെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത് അതുതന്നെയാണ്. തിന്നാൻ രുചിയുള്ളത് എന്നവൾ കണ്ടിട്ടാണ് ഹവ്വ അത് പറിച്ചു തിന്നത്. അതേ പ്രിൻസിപ്പിളാണ്, അതേ തത്വമാണ് ഒടുക്കത്തെ ആദാമായ കർത്താവിനോടും പിശാച മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചത്. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, ദൈവപുത്രനെങ്കിൽ നീ ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കണം. സംഗതി വളരെ പ്രായോഗികമാണ് കാര്യങ്ങൾ. കാരണം 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശുവിന് വിശന്നു എന്ന് എഴുതിയേക്കുന്നത്. ജഡത്തിന്റെ ആവശ്യം ശരിക്കും മനസ്സിലാക്കിയതായ ശത്രു ആ ആവശ്യത്തെ മുതലെടുക്കുവാൻ, അതിൽ കൂടെ കർത്താവായ യേശുവിനെ ഒന്ന് കീഴ്പ്പെടുത്തുവാൻ അവൻ ശ്രമിച്ചതാണ്. എന്നാൽ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ആ വചനം കൊണ്ട് ശത്രുവിന്റെ പരീക്ഷയെ ജയിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. ജഡത്തിന്റെ ഇച്ഛകൾ, അതാണ് അമാലേക്കിന്റെ ശക്തി. ജഡത്തിന്റെ പ്രവൃത്തികൾ ഉരിഞ്ഞുകളയുവാൻ ദൈവജനം തയ്യാറായില്ല എങ്കിൽ എക്കാലത്തും ഈ അമാലേക്കിന്റെ ശക്തി അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ബലഹീനമായ നിമിഷം കടന്നു വരുമ്പോൾ അത് അവനെ കീഴ്പ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. അത് അമാലേക്കിന്റെ യുദ്ധതന്ത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ അമാലേക്ക് ആരാണെന്ന് മനസ്സിലാക്കണം. അമാലേക്ക് ആരാണ്? ജഡത്തിന്റെ ശക്തിയാണ് അമാലേക്ക്. ഈ ജഡത്തിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ബിലാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ മോവാബ് രാജാവായ
മോവാബ് രാജാവ് ബിലയാമിനെ വരുത്തുകയാണ്, ഇസ്രായേലിനെ തനിക്ക് വേണ്ടി നശിപ്പിക്കാതെ ശപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ മോവാബ് രാജാവിന്റെ ക്ഷണമനുസരിച്ച് ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് കടന്നു വന്നതായ ബിലയാമിന് ശപിക്കുവാൻ കഴിഞ്ഞില്ല. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ജനത്തെ ശപിക്കുവാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ബിലയാം ഇസ്രായേലിനെ അനുഗ്രഹിച്ചതിന് ശേഷം ശത്രുവായ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലുന്നതായ ഭാഗം 24-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്, അമാലേക്ക് ജാതികളിൽ മുമ്പൻ, അവന്റെ അവസാനമോ നാശമത്രേ. അമാലേക്ക് പുതിയ നിയമത്തിൽ വ്യക്തിപരമായ ശത്രുവല്ല, ആത്മാവിനെതിരെ പോരാടുന്ന, ആത്മീയ ജീവിതത്തിനെതിരെ പോരാടുന്ന അമാലേക്കിന്റെ ശക്തി എന്ന് പറയുന്നത് ജഡത്തിന്റെ ശക്തിയാണ്. ബിലയാം എന്ന് പറഞ്ഞത് അവന്റെ അവസാനമോ നാശമത്രേ. ജഡത്തിന്റെ ചിന്ത മരണമാണ് എന്ന് റോമാലേഖനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ബിലയാമിന്റെ വാക്കുകളുമായിട്ട് അതൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അമാലേക്കിന്റെ അവസാനം നാശമാണ്, ജഡത്തിന്റെ ചിന്ത മരണമാണ്. ആ ജഡസ്വഭാവവും ആത്മസ്വഭാവവും തമ്മിൽ എപ്പോഴും വിരോധമാണ്, അതെപ്പോഴും യുദ്ധമാണ്. ആത്മസ്വഭാവവും ജഡസ്വഭാവവും നേർക്കുനേരെ ഓപ്പോസിറ്റ്, അതെ വിപരീത സ്വഭാവമുള്ളത് കൊണ്ട് തമ്മിൽ എപ്പോഴും പോരുകളാണ്, തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ തന്റെ ജഡത്തിന്റെ സ്വഭാവത്തോട്, ജഡത്തിന്റെ പ്രവൃത്തികളോട് എപ്പോഴും എതിർത്തു നിൽക്കണം. ജഡത്തിന്റെ ആഗ്രഹങ്ങളോട് അവൻ മമത കാണിക്കുവാനായിട്ട് പാടില്ല. ശരീരത്തിന്റെ ആവശ്യം നിറവേറ്റാം, എന്നാൽ ജഡത്തിന്റെ സ്വഭാവം ഒരിക്കലും അവൻ എൻഗേജ് ചെയ്യുവാൻ പാടില്ല. അതെന്തുകൊണ്ട് എന്ന് നമുക്ക് വരുന്ന ദിവസം ചിന്തിപ്പാൻ കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ. സമയത്തിന്റെ ചുരുക്കത്താൽ ഞാൻ തൽക്കാലം എന്റെ ചിന്ത ഇവിടെ നിർത്തുകയാണ്. ഇസ്രായേൽ ജനത്തിനെതിരായി അമാലേക്കിന്റെ ശക്തി വന്ന് യുദ്ധത്തിനായി കടന്നു വരുന്നതായ സന്ദർഭമാണ്. ആ യുദ്ധത്തിന്റെ സ്വഭാവവും യുദ്ധത്തിന്റെ ഫലവും നമുക്ക് വരുന്ന ദിവസം ചിന്തിപ്പാൻ കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകലിൽ ഞങ്ങളുടെ വചനവുമായിട്ട് ഞങ്ങളുടെ പാദപ്രത്തിലായിരിക്കാൻ കർത്താവായ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ കടന്നു വരുന്നതായ പ്രതിസന്ധികളുടെ ഒരു നിര ഇസ്രായേൽ ജനത്തിന്റെ അനുഭവങ്ങളോട് ചേർന്ന് ചിന്തിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. എന്നാലിപ്പോൾ വന്ന് നിൽക്കുന്നത് ഉത്തേജിപ്പിക്കുന്നതായ സ്ഥലത്തു തന്നെ യുദ്ധത്തിനായി നിൽക്കുന്ന അമാലേക്കെന്ന ജഡത്തിന്റെ ശക്തി ദൈവജനത്തിനെതിരെ പോരുകൾ അഴിച്ചുവിടുമ്പോൾ അവരെ എങ്ങനെ നേരിടാമെന്ന്, എങ്ങനെ ജയിക്കാമെന്ന്, അവരുടെ യുദ്ധതന്ത്രം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തിരുവചനത്തിന്റെ താളുകളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. വരുന്ന വ്യാഴാഴ്ച ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് കർത്താവിന്റെ വാദത്തിലേക്ക് അടുത്തു വരാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.